ശ്രീ മർമ്മ എങ്ങനെയാണ് മറ്റ് മർമ്മങ്ങളിൽ നിന്ന് വ്യത്യാസമായിരിക്കുന്നത്? അതുപോലെ തന്നെ കേരളവുമായിട്ട് ഇതിനുള്ള ഒരു ബന്ധം, ഒരു കണക്ഷൻ എങ്ങനെയാണ് മർമ്മത്തിനുള്ള ഒരു കണക്ഷൻ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. മർമ്മം ആക്ച്വലി കേരളത്തിന്റെ ഒരു സംഭാവനയാണ്. പ്രത്യേകിച്ചും തിരുവനന്തപുരം, കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലൊക്കെയാണ് മർമ്മങ്ങളുടെ ഹബ്ബായിട്ടുള്ളത്. ഒരുപാട് ആശാന്മാരുണ്ട്, ഒരുപാട് പരമ്പരയുണ്ട്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുറിവെണ്ണ എന്ന് പറയുന്ന അതാണ് നമ്മൾ ഹീൽ ക്രീം ആയിട്ട് ഉണ്ടാക്കുന്നത്. മുറിവെണ്ണയൊക്കെ ട്രിവാൻഡ്രത്തിന്റെ സ്വന്തം സംഭാവനയാണ്, ഒരു ആശാന്റെ കരുണാകരൻ ആശാൻ. അപ്പോ പക്ഷേ കേരളത്തില് ഉള്ള മർമ്മ ചികിത്സ വളരെ വ്യത്യാസമാണ്. ഇപ്പൊ മർമ്മം എന്ന് പറയുമ്പോൾ അതിന് 3 ആസ്പെക്ട് നമ്മൾ നോക്കുമ്പോൾ, ഒന്ന് അതിന്റെ സർജിക്കൽ ആസ്പെക്ട്. അതാണ് നമ്മൾ ആയുർവേദ ഡോക്ടേഴ്സ് പഠിക്കുന്നത്, പുസ്തകങ്ങളിലൂടെ നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ സുശ്രുത സംഹിത എന്ന് പറഞ്ഞ് നമ്മുടെ സർജറിയുടെ പിതാവ് ആണ്. സുശ്രുത സംഹിത എന്ന് പറയുന്നതിന്റെ ഭാഗമായിട്ടാണ് മർമ്മ ചികിത്സ പഠിക്കുന്നത്. അപ്പോൾ മർമ്മ ചികിത്സ അല്ല, ആക്ച്വലി ശരീരമാണ് പഠിക്കുന്നത്. എങ്ങനെയാണ് ഈ മർമ്മങ്ങൾ എവിടെയാണ് സ്ഥിതി ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ സർജറി ചെയ്യുന്ന സമയത്ത് മർമ്മത്തിൽ ക്ഷതമേറ്റാൽ പ്രശ്നമാവും. ഒന്നുകിലും മരണം സംഭവിക്കും, അല്ലെങ്കിൽ വൈകല്യം സംഭവിക്കും, അല്ലെങ്കിൽ വേദന സംഭവിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഒരു സർജന് വേണ്ട ഒരു അറിവാണ് മർമ്മ ചികിത്സ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സർജന്മാർക്കൊന്നും ഇതിനെപ്പറ്റി ഒരു അറിവുമില്ല. ഇപ്പൊ പലരും അറിഞ്ഞു വരുന്നുണ്ട്. അപ്പൊ അവര് അതിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. നമുക്കും ഈ ശാസ്ത്രം അറിയണം എന്ന് പറയും. അപ്പൊ അത് ഒരു ഭാഗത്ത് അതിന് നമ്മള് സർജിക്കൽ ഇമ്പോർട്ടൻസ് എന്ന് പറയും. പിന്നെ ഒരു ഭാഗം ഡിഫൻസിലുള്ള ഉപയോഗമാണ്. അപ്പോൾ അത് കളരിയിലൊക്കെ മർമ്മം ഉപയോഗിക്കുന്ന അങ്ങനെയാണ്. ഇപ്പോൾ കാരണം പണ്ട് കാലത്ത് യുദ്ധം ചെയ്യുമ്പോൾ അതിൽ ഈ മർമ്മശാസ്ത്രം ഉപയോഗിച്ചിരുന്നു. ഒന്ന്, സ്വന്തം ശരീരത്തില് മർമ്മങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ തടയാൻ വേണ്ടിയിട്ട് ഇപ്പം നെറ്റിയിൽ ഇങ്ങനെ പടച്ചിട്ട് എന്താ പറയുന്ന നെറ്റിയിൽ ഈ മർമ്മം വളരെ പ്രധാനമാണ്. അതിനെ കവർ ചെയ്യും, നെഞ്ച് കവർ ചെയ്യും, ഈ കൈയിന്റെ ഭാഗം കവർ ചെയ്യും. അപ്പം എവിടെയൊക്കെയാണോ പ്രധാന മർമ്മങ്ങൾ, ക്ഷതമേറ്റാൽ മരണം സംഭവിക്കാവുന്ന മർമ്മങ്ങൾ, അതൊക്കെ കവർ ചെയ്തിട്ടാണ് ഇവർ യുദ്ധത്തിന് പോകുന്നത്. അപ്പോൾ പിന്നെ അടി തടയിലൊക്കെ മർമ്മം നോക്കി അടിക്കുക എന്നൊക്കെ കേട്ടില്ല. അപ്പൊ മർമ്മം അറിഞ്ഞാൽ എതിരാളിയെ വീഴ്ത്തുകയും ചെയ്യാം, എതിരാളി നമ്മളെ വീഴ്ത്താതെ നോക്കുകയും ചെയ്യാം. അങ്ങനെ ആർട്ട് ഓഫ് ഡിഫൻസിൽ വാരിയർ സോൾജേഴ്സ് അവര് ഒക്കെ മർമ്മങ്ങൾ ഉപയോഗിച്ചിരുന്നു. അവരതില് വാറിലൊക്കെ മുറിവേറ്റാല് അതിനെ എങ്ങനെയാണ് സുഖപ്പെടുത്തേണ്ടത്, അതൊരു കംപ്ലീറ്റ് ശാസ്ത്രമാണ്. അതാണ് മർമ്മത്തിന്റെ ട്രോമറ്റോളജി ആസ്പെക്ട്. മർമ്മത്തിന് ക്ഷതമേറ്റാൽ എന്ത് പറ്റും, അത് എങ്ങനെ ട്രീറ്റ് ചെയ്ത് മാറ്റാം. അപ്പൊ ഇത് കേരളത്തിലുണ്ട്, ധാരാളമായിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഹീലിംഗ് ആസ്പെക്ട്. അപ്പോൾ ഹീലിംഗ് ആസ്പെക്ട് വളരെ ഗ്രോസ് ആയിട്ടുള്ള ഹീലിംഗ് ആസ്പെക്ട് കേരളത്തിൽ ചില സ്ഥലത്ത് വളരെ ചുരുക്കമാണ്. തമിഴ്നാട്ടിലാണ് കൂടുതലുള്ളത്. അതാണ് നമ്മൾ ഇപ്പോൾ നമ്മൾ മർമ്മ പഠിപ്പിക്കുന്നവരിൽ ഹീലിംഗ് ആസ്പെക്ട് വളരെ കുറവാണ് പഠിപ്പിക്കുന്നത്. ആ ഹീലിംഗ് ആസ്പെക്റ്റും ഗ്രോസ് ആയിട്ടുള്ള ഹീലിംഗ് ആസ്പെക്റ്റാണ് പഠിപ്പിക്കുന്നത്. ഇപ്പൊ ഇതൊരു മർമ്മമാണെങ്കിൽ ഇവിടെ ഈ സ്ഥലത്ത് നമ്മൾ ആ മർമ്മത്തിനെ ചികിത്സിക്കുമ്പോൾ ഈ കൈയിന്റെ ട്രിഗർ ഫിംഗർ അതിനെല്ലാം ട്രീറ്റ്മെന്റ് ആയിരിക്കും. അപ്പൊ അത് ഒരു തരം ചികിത്സ. ഇപ്പൊ ശ്രീ മർമ്മയിൽ നിന്ന് വളരെ സൂക്ഷ്മമായിട്ടുള്ള സട്ടിലായിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് ശ്രീ മർമ്മയിൽ നിന്ന് പഠിപ്പിക്കുന്നത്. അപ്പൊ ഇപ്പൊ നമ്മളൊരു ട്രെയിനിങ് പ്രോഗ്രാം വെച്ചിട്ടുണ്ട് കേരളത്തില് പയ്യോളിയില്. അപ്പൊ അതില് നമ്മൾ പഠിപ്പിക്കുന്ന ഈ ശ്രീ മർമ്മ എന്നുള്ള പ്രോട്ടോകോളാണ്. അതൊരൊറ്റ പ്രോട്ടോകോളാണ്. അത് നിങ്ങൾ വെറുതെ പഠിച്ചാൽ മതി. ആ ഹോൾ പ്രോട്ടോകോള് നിങ്ങളെ ഭംഗിയായിട്ട് പഠിപ്പിക്കും. എന്നിട്ട് ഒരു ഇവാലുവേഷൻ ഒക്കെ ചെയ്ത് നിങ്ങളെ മിടുക്കരായിട്ട് നല്ലൊരു മർമ്മ പ്രാക്ടീഷണർ ആയിട്ടാണ് വിടുക നമ്മൾ. അപ്പോൾ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രോട്ടോകോള് മറ്റുള്ള ആൾക്കാരിൽ ചെയ്യാം. അപ്പൊ അതില് പിന്നെ ഇത് മർമ്മയുടെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ്. അത് വേറെ ലോകത്ത് ഒരു സ്ഥലത്തും ഇല്ല. ആക്ച്വലി ഗുരുജിയാണ് അങ്ങനെ ഒരു സട്ടിൽ ആസ്പെക്ട് ഇതിനുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ ഇത് പഠിപ്പിച്ചത് ഗുരുജിയാണ്. അങ്ങനെയാണ്. അതിനു മുമ്പ് ഞാൻ ആയുർവേദം പഠിച്ചിട്ടുണ്ട്.
അപ്പൊ ആ ബുക്കിലുള്ള അതെല്ലാം എനിക്കറിയാം. പിന്നെ ഞാൻ കേരളത്തിലെ നമ്മുടെ തിരുവനന്തപുരത്ത് ആശാന്മാരിൽ നിന്നെല്ലാം പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ആസ്പെക്ട് ഒരിടത്തും ഇല്ല. അതെപ്പോഴും അങ്ങനെയാണ്, ഗുരു ശാസ്ത്രത്തിന് അതീതമാണ്. ശാസ്ത്രത്തിൽ ഇല്ലാത്ത കാര്യം ആണ് നമുക്ക് ഗുരു നമ്മളിലൂടെ മറ്റുള്ള ആൾക്കാരിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെയാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്, ഈ സൃഷ്ടി മർമ്മം എന്നുള്ളത്. അങ്ങനെ ഒരുപാട് നമ്മൾ ഒറ്റ പ്രോട്ടോകോളാണ്, പക്ഷെ ഒരുപാട് കണ്ടീഷനിൽ അത് ബെനിഫിഷ്യലാണ്.